അനീഷും അനുമോളും കൂടെ ഊഞ്ഞാലിലിരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു, എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റുകൾക്കെല്ലാം മാപ്പെന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നത്, അത് കുഴപ്പമില്ല, തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒളിഞ്ഞ് കേൾക്കാനായിട്ട് നെവിൻ അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി, ഞാനത് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഒന്നും പറഞ്ഞില്ല, നോ എന്നുള്ള ആ ഒരു ആൻസറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനതിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരുപാട് അതിന് റെസ്പെക്റ്റും ചെയ്യുന്നെന്ന് പറഞ്ഞ്. അപ്പം ഉടനെ ആദിലയും വന്ന് ഒളിഞ്ഞ് കേൾക്കാൻ വന്നപ്പം അനീഷ് കണ്ട്. അപ്പോൾ അനീഷ് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ തുണി എടുക്കാൻ വന്നതാണെന്നും പറഞ്ഞ് തുണി വിരിക്കാനായിട്ട് പോയി. എന്നിട്ട് അവർ വീണ്ടും വന്ന് ആ തൂണിൻ്റെ പുറകിൽ വന്നിരിപ്പുണ്ട്. അനീഷ് കാണുന്നില്ല ഇത്. അപ്പോൾ അനീഷ് പറയുകയാണ്, വീണ്ടും ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് വയ്ക്കുന്നു. അപ്പോൾ അനുമോൾ പറയണു, ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പക്ഷേ ചേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു നാണമോ എന്തോ പോലെ എനിക്കൊരു ചമ്മൽ തോന്നി. ഞാൻ ചേട്ടനെ എൻ്റെ ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞ്, ഞാൻ ഇഷ്ടം പറയുമ്പം എന്നെയും ഇഷ്ടമാണ് എന്ന് ഞാൻ ഓർത്തു, അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത്, അങ്ങനെ തോന്നാൻ കാരണം എന്താണ് ചേട്ടാ? ഞാൻ കുറേ തമാശകളൊക്കെ ഇവിടെ കാണിച്ചത് കൊണ്ടാണോ അങ്ങനെ ചേട്ടന് ഓരോ തമാശകൾ ഞാൻ ചേട്ടനെ വെച്ച് ചെയ്തതുകൊണ്ടാണോ അങ്ങനെ തോന്നിയതെന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നത്, ഒരാൾ ഇഷ്ടം പറയുന്നത് അതിൽ സന്തോഷമാണ്. എന്നോടൊരു 11 വർഷം മുമ്പ് ഇതുപോലെ എന്നോട് ആ സമയത്തൊക്കെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു 10-11 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ എന്നോട് ഒരാൾ ഇഷ്ടം പറയുന്നത്. അവൻ നെവിനും അതിലേ ഇത് കേട്ടിട്ട് പരസ്പരം കണ്ണ് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് എന്നും പറഞ്ഞ്. അപ്പോൾ അനീഷ് പറഞ്ഞ്, ഇത് അതോടുകൂടി ഞാൻ എല്ലാം അവസാനിപ്പിച്ച് എല്ലാം ഞാൻ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്രീ ആണ്. അതുകൊണ്ട് എല്ലാം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ്, ക്ഷമിക്കണം, എല്ലാം അങ്ങ് വിട്ടേക്ക് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോവുക.